മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കിത്തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ എത്രമാത്രമാണ് നമ്മെ സ്നേഹിച്ചത്. അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ നമ്മെ സ്നേഹിച്ചു. തനിക്കുള്ളതെല്ലാം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. വീണ്ടും പറയുന്നത്, നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു. നമ്മുടെ പാപം പോക്കുവാൻ അവൻ ചെയ്തതാണ് എന്താണ് എത്രമാത്രമാണ് നമ്മുടെ പാപങ്ങളെ പോക്കിയത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപത്തിൻ്റെ കണിക പോലും നമ്മളില്ലാതെ വണ്ണം നമ്മെ തേജസ്സോടെ തൻ്റെ സന്നിധിയിൽ മുൻനിർത്തുവാൻ തക്കവണ്ണം, നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമായി അവൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ തക്കവണ്ണം അത്രമാത്രം നമ്മുടെ പാപങ്ങളെ പോക്കി. അതുപോലെ തന്നെ തൻ്റെ രക്തത്താൽ വിടുവിച്ച്, ആ വിടുതലും എത്രമാത്രമുള്ളതാണ്. നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ ശക്തനാണ്. പൂർണ്ണമായുള്ള വിടുതൽ നമുക്ക് തന്നു. നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി നമുക്ക് സൗജന്യമായി നൽകി. നമ്മെ തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന്, ആക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മെ ആക്കി തീർത്തു. അവൻ്റെ രക്തം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരമായി ആ സർവ്വലോകത്തിൻ്റെയും മുഴുവൻ പാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി നമ്മെ വിശുദ്ധരാക്കി തീർത്തു. നമ്മെ നീതിമാന്മാരാക്കി തീർത്തു. നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. ആ നിരപ്പിൻ്റെ വചനം നമ്മിൽ ഭരമേൽപ്പിച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള ആ അധികാരം പിതാവിൽ നിന്ന് നമുക്ക് ലഭിച്ചു. നമ്മെ ദൈവമക്കളാക്കി തീർത്തു. സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർത്തു. നാം ഒരിക്കലും അവിടെ നിന്ന് മാറിപ്പോകാതെ വണ്ണം നിത്യരാജ്യത്തിലേക്ക് നാം പ്രവേശിച്ചു. അതാണ് കർത്താവ് നമ്മോട് കാണിച്ച ആ വലിയ കരുണ. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതാണ്. അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നപ്പോൾ നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തി തന്നു. ഒന്നും അവൻ ബാക്കി വെച്ചില്ല. നാം ചെയ്ത സർവ്വ പാപങ്ങൾ, നമ്മുടെ ജനനം മുതൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന അതേ കാലഘട്ടം വരെയുള്ള എല്ലാ പാപങ്ങളും അവൻ നമുക്ക് പരിഹാരം വരുത്തി. മാത്രമല്ല, പിന്നീടും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നാം ചെയ്യുന്ന പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ദൈവം. നമുക്ക് ലഭിച്ച പദവി എത്ര വലുതാണ്. നമ്മെ കർത്താവ് സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണ്. ഈ കർത്താവിനെ നമുക്കധികം സ്നേഹിക്കാം. അവൻ നമ്മെ സ്നേഹിച്ചതിൽ പത്രോസിനോട് ചോദിച്ചതുപോലെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടി സകലവും നൽകിത്തന്ന ഈ കർത്താവിനെ അധികം ഉണ്മയായി സ്നേഹിപ്പാൻ ഈ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.